ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഏവർക്കും അനുഗ്രഹത്തിന്റെ ഒരു ദിനം ആശംസിക്കുന്നു. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തില് യേശു പെസഹ തിരുനാളിന് ജെറുസലേമിലേക്ക് യാത്ര പോകുന്നത് കാണുന്നുണ്ട്. ഒരു ചെറിയ പട്ടണം ജെറീക്കോയിലൂടെ കടന്നു പോകുന്നു. ജനത്തിന്റെ ആരവത്തിനിടയിൽ ഒരു ചെറിയ സ്വരം യേശു ശ്രവിക്കുന്നു. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ജനം ശാസിച്ചു, ശിഷ്യന്മാർ ശാസിച്ചു. അവനെ തടയാൻ പരമാവധി ശ്രമിച്ചിട്ടും ആ നിലവിളി ഉച്ചത്തിൽ മുഴങ്ങിക്കേട്ടു. യേശു വിളിച്ചു, സൗഖ്യം നൽകി. ആന്ധന് കാഴ്ച കിട്ടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ചില അന്ധത ബാധിച്ചിട്ടില്ലേ? പ്രാർത്ഥനയിൽ നാം സ്ഥിരതയോടെ നിൽക്കുക, എതിർപ്പുകൾ അവഗണിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, നമ്മുടെ മുഴുവൻ കഴിവും ഉപയോഗിച്ച് വിളിച്ചപേക്ഷിക്കുക. ദൈവം കരുണാമയന, നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മെ സഹായിക്കും. നമ്മുടെ കൈകളിൽ പിടിച്ച് അവിടുന്ന് നമ്മോട് കരുണ കാണിക്കും. നമ്മുടെ ആ വിളി ആ ഹൃദയത്തെ അലിയിക്കും. സ്നേഹമുള്ളവരെ, വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? കൃപ ലഭിക്കണ്ടേ? അനുഗ്രഹം നമ്മുടെ മേൽ വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആ കൃപ നിറഞ്ഞ കരങ്ങളിൽ നമുക്ക് അഭയം തേടാം. പിതാവിന്റെ കരുണ, യേശുവിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയട്ടെ എല്ലാവരിലും. ആമേൻ.